എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദി ന്യൂ മോട്ടോ വ്ലോഗ് ഓഫ് മല്ലു ഡ്രോൺ ട്രാവലർ. നമ്മൾ ഇന്ന് പോകുന്നത് പുള്ളിക്കാനത്തേക്കാണ്. ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിനൊക്കെ അടുത്തുള്ളൊരു ഹിഡൻ ജെം എന്നൊക്കെ പറയാവുന്ന ഒരു കിട്ടില്ലൻ സ്പോട്ടാണ് പുള്ളിക്കാനം. നമ്മൾ ഏലപ്പാറയെന്ന് പുള്ളിക്കാനം വരെയുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ജസ്റ്റ് റൈഡിങ് എക്സ്പീരിയൻസ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാൻ കിട്ടുവാണെങ്കിൽ അത് നിങ്ങളെ കാണിച്ചിട്ട് പുള്ളിക്കാനം പോയിട്ട് അവിടുത്തെ എസ്വളവും ജോസഫ് ഷൂട്ട് ചെയ്ത ലൊക്കേഷനും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ എൻ്റെ കൂടെ റോണിയുണ്ട്. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. വെൽക്കം ടു പുള്ളിക്കാനം. സോ ഇതാണ് ഏലപ്പാറ ടൗൺ. ഏലപ്പാറ ടൗൺ എന്ന് പറയുമ്പം നമുക്കൊരു എന്താ പറയുന്നത്, ഇടുക്കിയിലുള്ള ഒരു സ്ഥലമാണെങ്കിലും പണ്ട് കാലത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന കൂടുതൽ ജോലിക്കാരുള്ള സ്ഥലമായതുകൊണ്ട് ഒരു തമിഴ്നാടിൻ്റെ ചെറിയ ടച്ചൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഏലപ്പാറ. അപ്പോൾ ഏലപ്പാറ എന്തേ ലെഫ്റ്റ് കട്ടപ്പന ഈരാറ്റുപേട്ട വാഗമൺ ലെഫ്റ്റോട്ടുള്ള വഴി. ഈ വഴിയാണ് നമ്മളുടെ വാഗമൺ പുള്ളിക്കാനം റേഞ്ച് പിടിക്കാൻ പോകുന്നത്. കോടയൊക്കെ പ്രതീക്ഷ വന്നതാണ്, പക്ഷേ നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ്. നമ്മൾ ഏലപ്പാറയിൽ ഇങ്ങനെ അകത്തോട്ടെടുത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ രണ്ട് ചേച്ചിമാർ വന്നിട്ട് നമ്മുടെ ഇന്ന് പൈസ ഒക്കെ മേടിക്കുമായിരുന്നു. ഇന്ന് ഓണം ആയതുകൊണ്ട് അത് അവധിയാണെന്ന് തോന്നുന്നു. അതിന് ഓണത്തിൻ്റെ ദിവസമായിട്ടാണ് നമ്മൾ ഈ റൈഡ് ഇരിക്കുന്നത്. ഈ ഏലപ്പാറ വാഗമൺ റൂട്ട് ഒരു നൈസ് എന്താ പറയുന്നത്, ഒരു റൈഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു കിടലൻ റോഡാണ്. ഇപ്പോൾ തേയിലൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് പച്ച കളറിൽ നല്ലൊരു മൂഡ് വഴിയാണ്. ഈ തേയില എസ്റ്റേറ്റ് കൂടുതലും ടൈഫോഡ് ഗ്രൂപ്പിൻ്റെയാണ്. പണ്ടത്തെ ഒരു ലെഗസി ടീമാണ്. എൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല കിടലൻ കുറച്ച് അടിപൊളി എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് അവിടുന്ന് മതാമക്കുളം കുറുമ്പിക്കരയൊക്കെ പോകുന്ന വഴിക്ക് നല്ല കുറേ നൈസ് എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ഭംഗിയുള്ളൊരു തേയിലത്തോട്ടമാണ്. പണ്ട് തൊട്ടേ ഈ ഒരു ലുക്കാണ് ഈ ഒരു തോട്ടത്തിന്. പിന്നെ ഈ വഴിയിൽ കണ്ടമാനം വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. കണ്ടമാനം എന്ന് പറഞ്ഞാൽ കുറേ തങ്ങളുപാറയുണ്ട്, പുള്ളിക്കാനം നമ്മൾ പോകുന്ന പുള്ളിക്കാനമുണ്ട്, പിന്നെ വാഗമണ്ണിൽ തന്നെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. വൈൻ ഫോറസ്റ്റ് അത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഒക്കെ നമുക്കൊരു ദിവസം കവർ ചെയ്യാൻ വരാവേ. പിന്നെ ഇങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു മെയിൻ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെയൊക്കെ വീടുകളുടെ ഒരു ഭംഗിയാണ്. പലതും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരേ പാറ്റേൺ ആണ്. പണ്ട് തൊട്ടേ ഈ ഒരു ലുക്കാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു പഴയ ബംഗ്ലാവുണ്ട്. നമ്മുടെ ഈ ഇടുക്കി ഏരിയാസിലൊക്കെ ഇതുമാതിരി ഒത്തിരി ബംഗ്ലാവ്സ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ഒരു അബൻഡൻറ്റ് ബംഗ്ലാവാണ്. ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. എൻ്റെ അകത്തോട്ട് കയറുകയൊക്കെ ചെയ്യാം. ഗേറ്റ് പൂട്ടിയിട്ടേക്കാണ്, പക്ഷേ അപ്പുറത്തൊരു വഴിയുണ്ട്. ഒന്ന് ഇറങ്ങി നോക്കിയാലോ, കയറാം. കണ്ടിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സെറ്റപ്പ് ഒന്നും ആണെന്ന് തോന്നുന്നില്ല. ഇവിടെ പൊട്ടിപ്പൊളുന്നൊരു ഗേറ്റ് ഉണ്ട്. ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ട് ഉടക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തൂടെ അകത്തോട്ട് കയറാനായിട്ട് ചെറിയൊരു സ്പേസും അങ്ങോട്ടേക്ക് ഒരു വഴിയൊക്കെ ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കിയിലെ പല മേഖലകളിലും ഇതുപോലെ കുറേ എസ്റ്റേറ്റുകളുണ്ടാവും. പണ്ടൊക്കെ ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കുമല്ലേ. ഭയങ്കര ഫംഗ്ഷനിലായിട്ട് കുറേ തൊഴിലാളികളും മാനേജർമാരും സായിപ്പുമാരും ഒക്കെ ആയിട്ട് ഒത്തിരി ചരിത്രമൊക്കെ പറയാനുള്ള ഒരു സ്ഥലമായിരിക്കും ഇത്, അല്ലേ. ഇപ്പം ഒരു മനുഷ്യനില്ല. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കാൻ വേണ്ടി അടുത്തൊക്കെ നോക്കി, അവിടെയും നോ വൺ ഈസ് ദെയർ. സോ ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് പറയാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ഇതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. വാഗമണ്ണ് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏലപ്പാറയിൽ ഒരു 3-4 കിലോമീറ്ററൊക്കെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനൊരു ഫാക്ടറി കാണാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നോക്കി, വാവ്. പണ്ട് കാലത്തൊക്കെ ഇവരുടെ താമസിച്ചവരുടെ മാനസികാവസ്ഥ ഓർത്ത് നോക്കി, എന്ത് അടിപൊളിയായിരിക്കും അല്ലേ. ഫ്രണ്ടിൽ അവിടെ വലിയൊരു മലയിൽ മഞ്ഞൊക്കെ കയറി കിടക്കുന്നു. മൂഡ് നല്ല കിട്ടില്ല. ക്ലൈമറ്റും കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്കിതെടുത്ത് റെനോവേറ്റ് ചെയ്തങ്ങ് ഇവിടെ റിസോർട്ടാക്കിയാലോ. ഒന്നുമില്ല കേട്ടോ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നു. എന്തിനാണോ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കളഞ്ഞേക്കുന്നത്. അങ്ങനെ ഏലപ്പാറ വാഗമൺ റൂട്ടിലെ പേരറിയാത്ത ഒരു ബംഗ്ലാവിൻ്റെ മുന്നിൽ നിന്നും ഞങ്ങൾ ചലിക്കുകയാണ്. പുള്ളിക്കാനം ലക്ഷ്യമാക്കി പോം. സോ നമ്മൾ ആ ബംഗ്ലാവാണോ ഫാക്ടറി ആയിരുന്നു എന്തായിരുന്നെന്നോ ഒന്നും അറിയത്തില്ലാത്ത ആ സ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങി. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മൊട്ടക്കുന്നിൻ്റെ കാഴ്ചകളൊക്കെ വിസിബിൾ ആവുമേ. നമ്മൾ മൊട്ടക്കുന്നൊന്നും ഇറങ്ങുന്നില്ല. നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ പോലെ തന്നെ ഏലപ്പാറ വഴി പുള്ളിക്കാനം. പിന്നെ ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അറിയാം. നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഓഫ് കോഴ്സ്. അതിനിടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഗ്രൗണ്ടുകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഗ്രൗണ്ടുകളുണ്ട്. ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും അതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. സോ ഇവിടെയാണ് വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്ക്. ലെഫ്റ്റ് സൈഡിലോട്ട് പാരാഗ്ലൈഡിങ്ങും അങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉള്ള അഡ്വഞ്ചർ പാർക്കാണ്. ഇനി നമുക്കുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വാഗമൺ മെഡോസ്, മൊട്ടക്കുന്നുകൾ, പിന്നെ തങ്ങൾപ്പാറ. ഇനിയിപ്പോൾ ആ ഒരു ജംഗ്ഷനിലോട്ടാണ് നമ്മൾ എത്താൻ പോകുന്നത്. നമുക്ക് നോക്കിയേ, പാറകളൊക്കെ നോക്കി എന്ത് രസമാണ് കാണാമെന്ന്. കാര്യം മഴയൊക്കെ പോയി ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പച്ചപ്പ് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ചുറ്റോളമൊന്നും കാണാൻ പറ്റില്ല. അതുമാതിരി ബ്യൂട്ടിയാണ്. ഇവിടെ നോക്കിയാൽ അങ്ങ് മൊട്ടക്കുന്നുകൾ കാണാം. നല്ല ഭംഗിയാണ്. വാഗമണ്ണിന് മാത്രമുള്ളൊരു യുണീക്ക് ലുക്കാണ് കേട്ടോ ഈ ഒരു മൊട്ടക്കുന്നുകളുടെ ഒരു വശ്യത. ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. സോ ഇതാണ്
തങ്ങൾപാറയ്ക്ക് പോകാനുള്ള ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് 1 കിലോമീറ്ററാണ് തങ്ങൾപാറ. നല്ല കിടിലൻ സ്പോട്ടാണ് കേട്ടോ. മോസ്റ്റ്ലി അണ്ടർ എക്സ്പ്ലോർഡ്, അണ്ടർ റേറ്റഡ് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ് തങ്ങൾപാറ. കിട്ടലും വ്യൂ ആണ്. നമ്മളൊരു ദിവസം പോയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് അടുത്ത ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റ് പോയാൽ നേരെ മൊട്ടക്കുന്ന്. അവിടെ പണ്ടൊന്നും എൻട്രി പാസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻട്രി പാസ്സൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ പൈസ കൊടുക്കണം. സോ അങ്ങോട്ടും നമ്മൾ കയറുന്നില്ല. നമ്മുടെ യാത്ര നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ആ കാണുന്നതാണ് തങ്ങൾപാറ. അമ്മ എന്ത് ലുക്കാന്ന് നോക്കി, കിട്ടില്ല സ്ഥലമായിട്ടത്. അവിടെ നമ്മൾ എന്തായാലും ഒരു മല്ലു ഡ്രോൺ ട്രാവലർ വക നമ്മളൊരു എപ്പിസോഡ് ഇറക്കും. തങ്ങൾപാറയുടെ ഒരു കിടുക്കാച്ച ഷോർട്സൊക്കെ വെച്ചിട്ട്. ഞാൻ കണ്ടിട്ടില്ല നല്ല വീഡിയോസൊന്നും തങ്ങൾപാറയുടെ. പിന്നെ ഈ വാഗമൺ ടൗണിനോടൊക്കെ അടുക്കാറാകുമ്പോഴത്തേക്കിനും ഇങ്ങനെ കുറേ ജീപ്പുകൾ കാണാൻ പറ്റും. വേറൊന്നുമില്ല, പുളുപ്പുണ്ണി എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. പുളുപ്പുണ്ണിയിലോട്ടൊക്കെ പോകാൻ വേണ്ടി ഓഫ് റോഡ് വണ്ടി വേണം. അപ്പോൾ അതിന് സഫാരി ആയിട്ടൊക്കെ ഇവിടുന്ന് ഇവർ കൊണ്ടുപോകും. പുളുപ്പുണ്ണി, കോട്ടമല വ്യൂ പോയിൻ്റ്, അങ്ങോട്ടൊക്കെയുള്ള സഫാരീസ് ഉണ്ട്. സോ ഇവരുമായിട്ടൊക്കെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വാഗമൺ ടൗണിലെത്തുമ്പോൾ തന്നെ അത് കാണാൻ പറ്റും. കുറേ ഫോട്ടോസും പ്ലക്കാർഡൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അവർ ഒരു പാക്കേജൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ വ്യൂ പോയിൻറ്റ്സിലോട്ടൊക്കെ കൊണ്ടുപോകും. സോ ഇതാണ് മെയിൻ ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ ഈരാറ്റുപേട്ട, നേരെ പോയാലാണ് പുള്ളിക്കാനം. ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കാർഡൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. ഇവരോടൊക്കെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റും, ജീപ്പിന് ഓഫ് റോഡൊക്കെ കയറി. സോ നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് പോയാൽ ഈരാറ്റുപേട്ട, നേരെ പോയാൽ തൊടുപുഴ. അപ്പോൾ ലെഫ്റ്റ് പോകുമ്പം പുലിമുരുകനിലൊക്കെ ഉള്ളൊരു വഴി, ആ ലോറി വരുന്ന വഴി കാണിക്കുന്ന സ്ഥലം ലെഫ്റ്റ് സൈഡിലാണ്. തീക്കോയി വഴി, അടിപൊളി റോഡാണ്. അപ്പോൾ ഇതാണ് ദ വാഗമൺ വൺ ആൻഡ് ഓൺലി വാഗമൺ ടൗൺ. അത്യാവശ്യം വലിയ ടൗണാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ബിവറേജ് ഇല്ല വാഗമണ്ണിൽ. കുറേ നാൾ മുമ്പ് അറിഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ബിവറേജ് ഇല്ലെന്ന്. ഇനി അടുത്തെങ്ങും വന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. സോ വാഗമണ്ണ് ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും പിന്നെയും ഒരു ഡീവിയേഷൻ ഉണ്ട്. ആ ഡീവിയേഷനിൽ നമ്മൾ ലെഫ്റ്റ് എടുക്കണം നമ്മുടെ പുള്ളിക്കാനം സൈഡിലോട്ട് പോകാനായിട്ട്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ്, ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കാണേണ്ടവർക്ക് ഇങ്ങോട്ട് വരാം. നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുക്കുന്നത്. സോ നമ്മൾ ഏലപ്പാറയിൽ നിന്ന് 17 കിലോമീറ്റർ താണ്ടി വാഗമൺ സിറ്റി കഴിഞ്ഞിട്ട് പുള്ളിക്കാനം പോകാൻ വേണ്ടിയുള്ള റോഡിലോട്ട് കയറിയേക്കുവാണ്. പുള്ളിക്കാനം എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. പുള്ളിക്കാനം വേറൊരു ജിന്നാണ്. അതായത് ഒരു പ്രത്യേകതരം ക്ലൈമറ്റാണ്. പിന്നെ ഓൾമോസ്റ്റ് മിക്ക ടൈമിലും നമുക്ക് കോട കിട്ടും, തിരക്ക് കുറവാണ്. അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു സാധാരണ സ്ഥലമാണ് പുള്ളിക്കാനം. പിന്നെ സിനിമാക്കാരുടെയൊക്കെ ഇഷ്ട സങ്കേതം കേട്ടോ. കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് പുള്ളിക്കാനം. നമ്മുടെ ജോസഫ് സിനിമയൊക്കെ ഇല്ലേ, ജോയിച്ചേട്ടൻ്റെ ജോസഫ് സിനിമയിലൊക്കെ ഉള്ള ആ ഒരു റോഡ്, വണ്ടി ഇടിക്കുന്ന റോഡുകളൊക്കെ ഷൂട്ട് ചെയ്ത് എല്ലാം പുള്ളിക്കാനത്താണ്. ഓർഡിനറിയൊക്കെ ഇല്ലേ, ചാക്കോച്ചൻ്റെ ഒക്കെ പടം, അതിലൊക്കെ മറ്റേ വണ്ടി വരുന്ന റോഡുകളൊക്കെ ഇല്ല, അതൊക്കെ കാണിക്കുന്നതൊക്കെ ഈ പുള്ളിക്കാനമാണ്. കുറേ പടങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഭയങ്കര വ്യൂ ആണ്, ഭയങ്കര സീനിക് ആയിട്ടുള്ള സ്ഥലമാണ്. കാണിച്ചു തരാം, എന്തിനാണ് കൂടുതൽ പറയുന്നല്ലേ. നോക്ക്, ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ലുക്ക് മാറിയില്ലേ, വേറൊരു മൂഡായില്ലേ. തേയിലത്തോട്ടങ്ങളൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അതാണ് പറയുന്നത്, പുള്ളിക്കാനം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് കിടുക്കം പ്ലേസ് ഓഫ് വാഗമൺ. അല്ലെങ്കിൽ ഈ ഏരിയ ഇടുക്കിയെന്നൊക്കെ ആണെങ്കിലും പറയാം. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ നല്ല വെയിലൊക്കെ തോന്നുന്നില്ലേ, പക്ഷേ വെയിലുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. എന്തോ ഒരു കുളിർമയുള്ള കാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ് ഇവിടെ പൊതുവേ. സോ ഇങ്ങനെ പോകുന്നതാണ് ഉളുപ്പുണ്ണി. അതാണ് ഉളുപ്പുണ്ണി. വേറൊരു വഴിയും കൂടെ ഉണ്ട് അപ്പുറത്തൂടെ, 2 വഴിയുണ്ട്. ഉളുപ്പുണ്ണി കിട്ടില്ല, ഒരു ഓഫ് റോഡാണ്. നല്ല വലിയ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കൂടെ വണ്ടി പോകുന്ന സെറ്റപ്പൊക്കെ രസമാണ്. നമുക്ക് വരാം, ഉളുപ്പുണ്ണി വരാം. ഉളുപ്പുണ്ണി നമ്മൾ പണ്ട് പോകുന്നൊരു വീഡിയോ ഇട്ടാണല്ലോ, അതെല്ലോ വീണ്ടും വരും. ഗൈസ്, നിങ്ങളിത് കാണുക, ദ മാജിക്കൽ ഫ്രെയിംസ് ഓഫ് പുള്ളിക്കാനം വാഗമൺ. എന്താ മൂഡ് സ്ഥലം മോനെ. കിടക്കാൻ കുറേ റിസോർട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി, ഇവിടെ വലിയ കുഴിയാണ്. നേരെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് താഴെത്താം. മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്, നല്ല പച്ചപ്പ് അങ്ങോട്ട് കയറിയിട്ടുണ്ടല്ലോ. നമ്മുടെ ഭൂമിയൊക്കെ അങ്ങോട്ട് കിളുന്താക്കി ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ അത് നശിപ്പിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുമുണ്ട്. ഈശ്വര, അവിടെ എന്തോ ഒരു ആൾക്കൂട്ടം. ഇനി ബിരിയാണി വെള്ളം കൊടുക്കുന്നുണ്ടോ? അവിടെ ചെറിയ തടാകമുണ്ട്, അതാണ് തടാകം. ഹേ ഓ ബഹുത്ത് ആൾക്കാർ ഹേ. കൊള്ളാം, ചെറിയ തടാകമാണേ. ഇവിടെ ലേക്ക് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് മിൽമയുടെ പാർലറൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. ഇനിയാണ് ഈ സ്ഥലത്തിൻ്റെ ലുക്ക് കാര്യമായിട്ട് മാറാൻ പോകുന്നത്. നല്ല അടിപൊളി ഫ്രെയിംസ് വരും. ഈ ഒരു വളം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു സ്ട്രെച്ച് ഉണ്ട്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞാൻ മിക്കപ്പോഴും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ദൂരെ നമ്മുടെ ഇല്ലിക്കൽ കല്ലില്ലേ, അത് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. നോക്ക് എന്ത് രസമാണെന്ന് നോക്കുക. അവിടുത്തെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ
നമുക്ക് ഭാഗ്യമുണ്ട്, പുള്ളിക്കാനം എത്തുമ്പോൾ നല്ല കിടുക്കാച്ചി കോട കിട്ടും. അതിന് മൂടിയൊക്കെ വരുന്നുണ്ട്. അതുകൂടെ കിട്ടുവാണെങ്കിൽ എൻ്റെ മോനെ ഞാൻ കൃതജ്ഞനായി എന്നല്ലേ പറയുന്നത്. നിങ്ങളെ നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാനം കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷത്തോടെ എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് വിട പറയാം. വാവ്, ഈ ഒരു സ്ട്രെച്ച് നോക്കി, നല്ല രസമല്ല കാണാൻ. ഇല്ലിക്കക്കല്ല് ആണ്ട്രാ. ഓ, ഈ സ്ട്രെച്ചാണ് ഞാൻ അവിടെ തൊട്ട് പറയുന്നത് ഗൈസ്, ഒരു രക്ഷയില്ല. സോ ഇതാണ് ഞാൻ ആ പറഞ്ഞ കിടുക്കാച്ചി സ്ട്രെച്ച് ഗൈസ്. ഇത് എവിടെ നോക്കിയത് അങ്ങ് ഇല്ലിക്കൽക്കല്ല് കാണാം. ഇവിടെ ചില സമയത്ത് നമ്മൾ സൺസെറ്റിൻ്റെ ഒക്കെ സമയത്താണ് ഇതിലെ പോകുന്നെങ്കിലുണ്ടല്ലോ, ആ ഇല്ലിക്കൽക്കല്ലിൻ്റെ അവിടെ ഇങ്ങനെ റെഡ് ലൈറ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഒരു മാതിരി മൂഡ് സാധനം കാണാൻ പറ്റും. രസമാണ് കേട്ടോ. പുള്ളിക്കാനം എസ്റ്റേറ്റ്. സോ ഇതാണ് പുള്ളിക്കാനം, പ്രോപ്പർ പുള്ളിക്കാനം. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകണ്ടേ. ലെഫ്റ്റ് പോയി നേരെ കാഞ്ഞാർ തൊടുപുഴ ആ റോഡിലാണ് മോനെ കളികൾ മൊത്തം കിടക്കണത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്തു, ഉണ്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കാഞ്ഞാർ പുള്ളിക്കാനം റോഡ്. റോഡ് കുറച്ച് ചെറുതാണ്, നമ്മൾ ഇത്രയും നേരം വന്നത്രയും വലിയ റോഡല്ല, കുറച്ച് ചെറുതാണ്. പക്ഷെ കാഴ്ചകൾ കിട്ടലാണ്. നോക്ക് എന്ത് രസം, നോക്ക് ഫ്രെയിം മൂടല്ലേ. കിട്ടുമെന്നൊക്കെ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ തീർന്നിരിക്കുകയാണ് ഗൈസ്. നല്ല വെയിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കുട്ടിക്കാനം വന്നിട്ട് വരെ നല്ല കോടയായിരുന്നു, മഴയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതറിയത്തില്ല. സോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ആ വരുമ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് കണ്ട ആ ഒരു തേയിലത്തോട്ടം ഇങ്ങനെ ഉണ്ടായി? നല്ല ഭംഗിയില്ലേ? നല്ല ഫിംഗർ പ്രിൻ്റൊക്കെ പോലെ കിടക്കുന്ന പാറ്റേണൊക്കെ അടിച്ചിട്ടേക്കുന്ന കൂട്ട് ആ ഒരു ഏരിയ നല്ല ഭംഗിയാണേ. ഇനി ഒരു കിടിലൻ ഒരു സ്ട്രെച്ച് വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ജോസഫ് ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. സോ ഇതാണ് ദ ഫേമസ് എസ് വളവ്. ഇതിൻ്റെ മേളിലൊരു കിട്ടിലം വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് പറ്റുവാണെങ്കിൽ കയറി പോവാം. നോക്ക്, ഇത് ഇല്ലിക്കൽക്കല്ല്. എൻ്റെ പൊന്നു മോനെ, എന്താ ഫ്രെയിം നോക്ക്. ഓ, ഇത് ഇത്ര ക്ലിയർ ആയിട്ടൊന്നും എപ്പോഴും കാണാൻ പറ്റത്തില്ല കേട്ടോ. കോടയൊക്കെ കയറി ഒരു ഇങ്ങനെ ഒരു ഫെയ്ഡ് ലുക്കാണ്. സോ ഇതാണ് എസ് വളവ്. നല്ല രസമാണ് മോളിൽ നിന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഈ ഒരു സൈറ്റിംഗ് ഒക്കെ ഇവിടെ വളരെ വിരളമായിട്ടേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സൈഡിൽ മേഘം കയറിയിട്ട് ഫുള്ള് ഷാഡോ, അവിടെ തെളിഞ്ഞ് കിടപ്പുണ്ട്. കണ്ട, ആ മേഘമൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് തണലായനെ. ഇനിയുള്ള വഴി നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ആ പടത്തിൽ കണ്ടതുമായിട്ട് എന്തെങ്കിലും, ഏത് ജോസഫിൽ കണ്ടതോ അല്ലെങ്കിൽ ഓർഡിനറിയിൽ കണ്ടതോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികമല്ല, യാഥാർത്ഥ്യമാണ്. മറ്റേ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്ന സീനുകളൊക്കെ ഇല്ലേ, അതല്ല ഇവിടെ വെച്ചാൽ എടുത്തേ. ഒരു ചായക്കടയുണ്ട് ഇവിടെ, കണ്ട. ഓഹോ, നോക്കടാ മോനെ, ഫ്രെയിം നോക്കടാ. ആ എടാ, ദുബായി പോയിരുന്നു, ഇതൊക്കെ കാണാൻ പറ്റുമോ നിനക്ക്? പറ്റുമോ? ഓ, അന്യായം അണ്ണാ, അന്യായം. എത്ര പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലം അറിയാം, എന്നാലും ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു മൂടാണ് ഇവിടെ വരെ. ഇതാണ് റോഡേ ജോസഫിലെ. കണ്ട ആ ചായക്കടയുണ്ട് ഇവിടെ. കണ്ടില്ലെങ്കിൽ കണ്ടോളൂ, അതാണ് ചായക്കട. വിശക്കൊന്നുമില്ല ചായക്കടയൊക്കെ കണ്ടിട്ട്. സോ ദിസ് ഈസ് ദി റൈഡേഴ്സ് കഫേ ഓഫ് ദി ഇന്ത്യ. 2 ബ്രെഡ് ഓംലെറ്റ് അടിച്ചു ഇറങ്ങടാ. എത്ര വർഷമായി ഇവിടെ? 15. പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ റോട്ടോടെ നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് അടിച്ചിട്ട് തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് തന്നെ പോകുന്നു. അതാണ് ഈ ഒരു റൈഡ്. നല്ല ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. ചെറിയ മഴ കേട്ടോ. റെയിൻ കോട്ടൊക്കെ ഇടാന്ന് ഓർത്തു, പിന്നെ മഴയൊക്കെ നനയുന്ന ഒരു മൂടല്ലേ. ഓണേ ഇങ്ങോട്ടായ ട്രിപ്പ്
അടിപൊളിയായിരുന്നു. കുറേ നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷം ഒരു ട്രിപ്പ്. സോ കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇനി അത് നോക്കി നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് ഇവിടെ കൊണ്ട് മൈൻഡപ്പ് ചെയ്യുവാണേ. പോട്ടെ, അപ്പോൾ അടുത്തൊരു എപ്പിസോഡൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇനി ഇതുപോലെ തുടർക്കഥയായിട്ട് നമ്മളിങ്ങനെ കുറേ മോട്ടോ വ്ളോഗ്സ് ഒക്കെ ഇറക്കുന്നതായിരിക്കും. നല്ല രസമുണ്ട് പരിപാടി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.